ഇന്നത്തെ വിഷു ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇന്നിവിടെ ഒരു നാടിൻ്റെ എന്താ പറയുക പൾസിലേക്കാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി കാണാം. നിങ്ങളെ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്, കാണാം. കണ്ടാ പോവേ എന്റെ തോൾ പിടിച്ചു വന്നു. നീ കണ്ട? ഞാൻ കണ്ടു. കുഞ്ഞുട്ടന്റെ ആദ്യത്തെ വിഷുവാണ്. ഒരുപാട് കുഞ്ഞുട്ടന്റെ ആദ്യത്തെ വിഷു, നമ്മൾ അച്ഛനും അമ്മയായിട്ടുള്ള ആദ്യത്തെ വിഷു. കുഞ്ഞുട്ടൻ ഇതുവരെ കാണാത്തൊരു സാധനം കാട്ടിത്തരേ. ഇനി വലത്തോട്ട് നിട്ടവൻ ഇതോളൂ. ഓക്കേ, ഇങ്ങോട്ട് വലത്തോട്ട് വാ. മതി, അവിടെ നിന്ന് താഴത്തേക്ക് നോക്കൂ. കണി കാണും കമലാനീതന്റെ മഞ്ഞ തുടിച്ചാത്തി കരകിങ്ങിനെ വളകൾ പോരീര അണിഞ്ഞു കാണണം ഭഗവാനി. ഗുരുവായൂരപ്പനെ കണ്ട കുഞ്ഞൂട്ടന് പിശുക്കി നീട്ടം തരട്ടെ അച്ഛൻ. വലിയ പിശുക്കി നീട്ടം കുറച്ച് തരാം, എന്നാലും ആചാരത്തിന്റെ ഭാഗമല്ലേ. ഗുരുവായൂരപ്പ, കുഞ്ഞൂട്ടന് ആദ്യമായിട്ട് അച്ഛൻ പിശുക്കി നീട്ടം തരുക. ചിക്കാണോ? സന്തോഷായോ? മുക്ക വെച്ചു. അച്ഛന് വേറൊരു സൂത്രം തരാറേ. കുഞ്ഞൂട്ടന്റെ കുടുക്ക. കുഞ്ഞൂട്ട കണ്ട മിക്കുവാണ്, മിക്കു. കുഞ്ഞൂട്ടിന്റെ മിക്കുവാണേ. കുഞ്ഞൂട്ടിന്റെ സമ്പാദ്യശീലം ഇന്ന് മുതൽ തുടങ്ങാൻ വേണ്ടി ഒരു ചെറിയ കുടുക്കയാണ്. അപ്പൊ ഇതാ കുഞ്ഞൂട്ടൻ തന്നെ ഇട്ടു. മിക്കു കഴിഞ്ഞിട്ടെന്താ മിക്കു ഇടിക്ക്. കുഞ്ഞുട്ടൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് പൈസ തരും കേട്ടോ. കുഞ്ഞുട്ടൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് പൈസ തരും. കുഞ്ഞുട്ടന്റെ ആദ്യ വിഷുവൊക്കെ ആയതുകൊണ്ട് വിഷു കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാൻ ഫസ്റ്റ് ടൈം ഒന്ന് പഠിപ്പിക്കാലോ. അതിനു വേണ്ടി തപ്പി പിടിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ് മിക്കുവിന്. കുഞ്ഞുട്ടൻ റെഡിയാ. വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ വിഷു ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് ആള് കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് നടത്തിയിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്ന് അമ്മ എന്തൊക്കെ ഉണ്ടാക്കുന്നത്? മാമ്പഴ പുളിശ്ശേരി, അവിയൽ, തോരൻ, അടപ്രഥമൻ, ചോറാണ് അമ്മ വെക്കുന്നത്. അതെ, ഞങ്ങളിപ്പോ എല്ലാം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് പോവാണ്. മാത്രമല്ല ഇന്ന് നാട്ടില് ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ഒരു നാടിന്റെ ആഘോഷത്തിലേക്കാണ് കുഞ്ഞൂട്ടൻ ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങി ചെല്ലുന്നത്. എന്റെ നാട്ടില് കരികുളങ്ങര ദേവീക്ഷേത്രമുണ്ട്. ആ അമ്പലത്തിലെ ഒരു വിഷുവാണ് അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് വിഷുവാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ മേടമാസം ആവുമ്പോഴും ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മറ്റൊന്നുമല്ല, കാരണം ഇന്നത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് അമ്മ നിന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ നട ഇന്ന് അടയ്ക്കുമെന്നാണ് വിശ്വാസം. പിന്നെ വർഷത്തിലെ 3 മാസം മാത്രമാണ് നട തുറന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് രാത്രിയിൽ നട അടയ്ക്കും. ശേഷം കർക്കിടകം 1 മാത്രമേ തുറക്കത്തുള്ളൂ. അപ്പം ദേവിയെ എല്ലാ ആചാരങ്ങളോടും കൂടി യാത്രയയക്കുന്നു എന്നാണ് സങ്കല്പം. അമ്മു അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷൻസ് കണ്ടിട്ടില്ല. ഇന്ന് എന്തായാലും അമ്മു ഇന്ന് ഡീറ്റെയിൽ അപ്പൊ കാണാൻ പറ്റും. അതിന് മുമ്പിലത്തെ പ്രാവശ്യം കോവിഡ് ആയിരുന്നു. അപ്പം എന്തായാലും ഇന്ന് അമ്മൂനും കുഞ്ഞുവാവേയും ഒരുമിച്ച് ആ കാഴ്ചകൾ കാണിക്കാൻ തന്നെയാണ് ഉദ്ദേശം. ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ ആത്മാവായ വിഷു ആഘോഷത്തിലേക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ അവിടെ കാണുകയല്ലേ, അതിനു മുമ്പ് കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ കാണാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
Oh, smile please. Smile please. ഇന്നിപ്പം ഈ വിഷുദിനത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ കാഴ്ചകളുടെയൊക്കെ ഉത്സവമാണ് ഇന്നിവിടെ ഈ നാടിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ഞങ്ങളിപ്പം എന്താ കുഞ്ഞുണ്ണ കുമ്പോടൊക്കെ നമ്മൾ നിറയ്ക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങളിതിപ്പോൾ അമ്പലത്തിലേക്ക് പോകണം. ഇവിടെ ആദ്യം ഇരവീശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വേണം നമുക്ക് നമ്മുടെ മെയിൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി, കരുളങ്ങര അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരവീശ്വരത്തേക്ക് കയറാൻ പോകാം. ഇതിൽ കുഞ്ഞിട്ട് ഉറക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇന്നിവിടെ ഒരു നാടിന്റെ എന്താ പറയുക പൾസിലേക്കാണ് ഇറങ്ങി പോകുന്നത്. അതെ, ഈ നാട്ടിലുള്ളവരെല്ലാം തന്നെ ഈ വിഷുദിനത്തില് അവരെല്ലാം തന്നെ വിഷുദിനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടും. ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ് വിഷു. നമുക്ക് നമ്മുടെ ഒരു നാടിനെ സംബന്ധിച്ച് ഒരു കണി കാണുന്നത് മാത്രമല്ല നമ്മുടെ ഫംഗ്ഷൻ, ഇനി കാണാൻ പോകുന്നത് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ കൂടുതൽ എല്ലാം മേളപ്പെരുപ്പമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി കാണാം. നിങ്ങളെ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്, കാണാം.
കൊണ്ടുപോയി. കുറേ നാളെ ഇവിടെ എന്നോട് ഐസ്ക്രീം ചോദിക്കും. പക്ഷെ ഒരിടത്തും കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു തിയേറ്റർ വെച്ചിട്ട് സംഭവം ഉണ്ടായത്. ഇവിടെ എന്നോട് ഐസ്ക്രീം വേണം. അതെ അതെ, ഇത് എനിക്ക് തന്നെ കേട്ടോ. എല്ലാ ഐസ്ക്രീമും ഉണ്ട് ഇവിടെ, ഇത് മാത്രമേ. ഇവിടെ എന്നോട് ഇത് മേടിക്കാൻ പറഞ്ഞു. ഞാനൊരു ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു. ഞാൻ ഈ സാധനം ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാണ്ടയ്ക്ക് ഐസ്ക്രീം ഹോട്ടലാണ്. ഇപ്പോൾ തന്നെ അവിടെ എന്നെ കഴുത്തിലിട്ട് പിടിച്ചില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നാലും ഐസ്ക്രീം കഴിക്കും. എവിടെയോ എവിടെ കാണാൻ, ആരും എവിടെ ഒന്നും കാണാൻ പറ്റും. എന്തൊക്കെയോ പറയുന്നു. കുഞ്ഞൂട്ടിന്റെ ഫസ്റ്റ് വിഷുസദ്യയാണ്. സദ്യ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും തൊട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും തൊട്ട് കുഞ്ഞൂട്ടും കഴിച്ചല്ലോ. കുഞ്ഞൂട്ടിന്റെ ഫസ്റ്റ് വിഷുസദ്യ കേട്ടോ. കുഞ്ഞൂട്ടിന് ഇങ്ങനെ ടേസ്റ്റ്. ഞങ്ങളുടെ വിഷുക്കാലങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ വിഷുവിനും ഇങ്ങനെ ഇവിടുത്തെ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ദേവി വർഷത്തിൽ 3 മാസം ഇവിടുത്തെ നട അടച്ചിടും. പക്ഷേ ദേവി ഇവിടുന്ന് മധുരയ്ക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ 3 മാസവും നമ്മുടെ മേടം 1 മുതൽ കർക്കിടകം 1 വരെ അടച്ചിട്ടിരിക്കും. അങ്ങനെ വർഷത്തിൽ 3 മാസം നമ്മുടെ മേടം 1-ന് ദേവി പോവുകയും കർക്കിടകം 1-ന് ദേവി തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ഈ അമ്പലത്തിലെ ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ കണ്ടില്ല, ഫുള്ള് ഈ നാട്ടിലെ ഒട്ടനവധി ആൾക്കാരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ദേവി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ദേവി ഇനിയിപ്പോൾ എന്താ ഇവിടെ താലപ്പൊലിയാണ്. താലപ്പൊലി കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ കബർ ചെയ്തിട്ട് ദേവി ഇപ്പോൾ ഈ പീഠത്തിൽ കൊണ്ടിരിക്കും. ഇവിടെ നിന്നാണ് ദേവി മധുരയ്ക്ക് പോകുന്നത് സങ്കല്പം. പിന്നെ രാത്രിയിൽ ഇപ്പോൾ അടുത്ത കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ തൂക്കച്ചാടൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാളിങ്ങനെ കയറി വരും. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കുടമ്പൂച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ആചാരമാണ്. ദേവി ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ്. ദേവി പോകുന്നതിന് മുമ്പ് നാട്ടുകാരെല്ലാം ദേവിക്ക് യാത്രയപ്പ് നടത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രധാന ഒരു ചടങ്ങുണ്ട്. നമ്മുടെ ഗരുഡനുണ്ട്. ഇവൻ അറിയാമല്ലോ, ഇവന് കുറച്ച് ബഹളങ്ങളൊക്കെ ഉള്ള ടൈമിൽ ഇപ്പോൾ സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ച് വയലൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കവർ ചെയ്യാൻ പറ്റൂല എന്നറിയത്തില്ല. എന്നാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഉത്സവ കാഴ്ചകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം അല്ലേ? നമ്മൾ കുഞ്ഞൂട്ടനെ കൊണ്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം അവന് കുറച്ച് ബലൂണുകളും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നാണ്. പണ്ട് ഇവിടെയൊക്കെ ഫുൾ കുറച്ചധികം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചിന്തിക്കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു അപ്പശം മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്ക് അവിടേക്ക് ഒന്ന് പോകാം. എന്തായാലും ദേവി ഇപ്പോൾ തിരിച്ചത് ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ആനപ്പുറത്ത് എഴുന്നാല് ദേവി ഇപ്പോൾ ഇവിടെ വന്നത് ഈ നമ്മുടെ കെട്ടിനകത്ത് ഇരിക്കും ദേവി. ഇവിടെ നിന്നാണ് മധുരയ്ക്ക് പോകുന്നതെന്നുള്ള സങ്കല്പം. മുന്നോട്ട് കണ്ടോ ദേവിയെ കൊണ്ട് ഇഷ്ടം പോകുന്ന സ്ഥലങ്ങളുണ്ടോ? ഇപ്പം അങ്ങോട്ട് പോവാം. ഇപ്പം അങ്ങോട്ട് പോകാം.
കുടുംബോത്സവം ആരംഭിക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധിച്ച് ഇവിടെ ഒരു വലിപ്പുണ്ട്, അത് തട്ടാതെ ഫ്രണ്ടിലേക്ക് വരണം. ജാനകിയാകിയ സീതേ തിരവാൻ അടിയൻ തന്നെ വിടകൊള്ളാമേ കണ്ടല്ലോ, എൻ്റെ നാടിൻ്റെ ഹൃദയത്തുടിപ്പാണ് ഇന്ന് നമ്മളെല്ലാവരും കണ്ടത്. ഒരുപാട് സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തിലെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ വിഷു, ആദ്യത്തെ സദ്യയൂണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കുഞ്ഞുട്ടിന് ആകെ വയലുണ്ട്, അതാണ് ആളെ ഇപ്പോൾ കൂടെ കാണാത്തത്. അപ്പം കുഞ്ഞിനൊന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിഷു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള വിഷുവിന് വേണ്ടി കാത്തിരിപ്പിലാണ് ഞാനും എൻ്റെ നാടും. അപ്പോൾ ഇനി കുഞ്ഞുകൂട്ടനും. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവനൊപ്പം ഉണ്ടാവണം. ഞങ്ങളുടെ പുതിയ സംരംഭമാണ് ഈ ചാനലിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ശരി, ബൈ.